ഹായ് ഓൾ, വൺ മോർ ഡേ. ഇന്ന് 44ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ഗുൽമൂട് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാണ്ട് 550 കിലോമീറ്ററോളം ദൂരമുണ്ട്. 7 to 8 hours ഡ്രൈവ് ഉണ്ട്. അവിടെ ഒരു സോൾട്ട് ലേക്ക് കാണാൻ പോവുകയാണെന്ന് അല്ലേ? ഒരു മിനിറ്റ്, വണ്ടി ഇതൊന്ന് 2800 മീറ്റർ പൊക്കമുള്ളതുകൊണ്ട് ശ്വാസമുട്ടലൊക്കെ ചാൻസ് ഓക്സിജൻ ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മരുന്നും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതലും ഈ ശാരീരിക അസ്വസ്ഥതകൾ ഓൾറെഡി ഉള്ളവർക്കായിരിക്കാം ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത്, അറിയത്തില്ല. എന്നാലും ഞങ്ങളതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നായിരുന്നു, അതെല്ലാം കരുതണമെന്ന്. പിന്നെ പൊടിക്കാറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാലാവസ്ഥ മോശമാണെന്നാണ് പറയുന്നത്. അത് വഴിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം, നമുക്ക് ഭയങ്കര കാറ്റാണ് ശരിക്കും വണ്ടി ശരിക്കും നമുക്കറിയാം. ബൈക്കുകാരൊക്കെ എങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഭയങ്കര കാറിന് നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യാം ഷേക്കിങ്. യെസ്, ആർക്കും ഇതുവരെ ഒരു കുഴപ്പമില്ല, എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുന്നു. ഓൾ ഗ്രൂപ്പ് ഹാപ്പിയാണ്, സേഫ്. യാ ഓക്കെ ഓക്കെ, അപ്പോൾ ശരി. നമ്മൾ സാൾട്ട് ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളൊരു കോച്ചിലാണ് പോകുന്നത്. 20 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം 20 കിലോമീറ്റർ കോച്ചിന് പോയിട്ട് പോയ ശേഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ലേക്കിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ അപ്പം ഏത് ഭാഗത്തെ വരെ വീഡിയോ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം. ആ വെള്ളം കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കാണത്തില്ല, ചെളി പതഞ്ഞ് കിടക്കുകയാണ് ആ വെള്ളം. എവിടെ വെള്ളമുണ്ടോ അവിടെയെല്ലാം പതഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഉപ്പ് പോലെ കാണാം നമുക്ക്. ഇത് ഇവിടുത്തെ ഉപ്പ് ഫാക്ടറിയാണ്. നിങ്ങൾക്ക് കാണാം, ഒത്തിരി വലിയ ഫാക്ടറിയാണ്, നീണ്ടു കിടക്കുകയാണിത്. ഒരു ഭയങ്കര ഫാക്ടറി തന്നെയാണ്. കിലോമീറ്റേഴ്സ് നീളത്തിൽ ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണാൻ പോകുന്ന വലിയ ലേക്കിന് കയറ്റി വിടുന്ന വെള്ളമാണിത്. നമ്മുടെ എന്താ പറയുക, കണ്ടത്തിലേക്ക് വെള്ളം കയറ്റി വിടുന്ന പോലെ ഓരോ ചെറിയ ചെറിയ ലേക്കിങ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് വെള്ളം കയറ്റി വിടുകയാണ് സാധാരണ. കയറ്റി വിട്ടതിൻ്റെയാണ് ഈ കാണുന്നത് മുഴുവൻ. കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ ലേക്കുകൾ, ചെറിയ ചെറിയ ലേക്ക് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ചെറിയ ബോട്ടൊക്കെ നമുക്ക് ഇതിവിടെ പോകുന്നത് കാണാം. അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മിഷണറീസൊക്കെ ഈ ചെറിയ ഇതിൻ്റെ ലേക്കിൻ്റെ നടുക്ക് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിഷണറീസിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടുകളൊക്കെ ആയിരിക്കും അത്. ഇതിൻ്റെ കളറ് കണ്ടോ? അത് മറ്റൊരു ആകർഷണീയമായ കാഴ്ച എന്ന് പറയുന്നത് ഗ്രീൻ കളർ വെള്ളവും വൈറ്റ് കളർ ഉപ്പും ഇങ്ങോട്ട് മിക്സായിട്ടുള്ള ഒരു, നമുക്കത് ഗ്രീൻ ഉണ്ട്. അയ്യോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയാൻ പാടില്ല, കാണുന്നവർക്ക്. എന്നാലും ആ ഒരു ലേക്ക് കണ്ടോ, ഗ്രീൻ, ശരിക്കും ഗ്രീൻ. അടി ഉപ്പും സൈഡിൽ ഉപ്പ് കിടപ്പുണ്ട്. അത് ഈ വെള്ളത്തിൽ വെള്ളം ഉപ്പ്, അത് വെള്ളത്തിന് ശരിക്കും ഗ്രീൻ കളർ. ഇത് ഇങ്ങനെ കിലോമീറ്റേഴ്സ് കിടക്കുകയാണ്. റോഡിൻ്റെ ഇരുവശമാണ്. ഞാൻ കാണിക്കുമ്പോൾ ഒരു വശമേ ഉള്ളൂ ബസ്സിൽ, അപ്പോൾ ഇരുവശവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്നതാണ് ചൈനയിലെ ഏറ്റവും വലിയ ഉപ്പ് ശേഖരണം. അതായത് ഗാർഹിയൻ സാൾട്ട് ലേക്കാണ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ലോകത്തിലെ വെച്ചും ഏറ്റവും വലിയ ഉപ്പ് ശേഖരണങ്ങളിൽ ഒന്നാണ് ഈ ചൈനയിലെ ഗാർഹിയൻ സാൾട്ട് ലേക്ക്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2670 മീറ്ററോളം ഉയരത്തിലാണ് ഈ ലേക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ
ലെങ്ത് എന്ന് പറയുന്നത് 5836 ചതുരശ്ര കിലോമീറ്റർ നീളത്തിൽ ആണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ പൊട്ടാഷ് ഖനികളിൽ ഏറ്റവും മുൻനിരയിലാണ്. ഈ പൊട്ടാഷ് ഉപയോഗിച്ച് ഇവിടുത്തെ ചൈനയിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൊട്ടാഷ് ഇവിടെ ഉള്ളത് കൊണ്ട് അവരത് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാഗ്നീഷ്യവും ലീഥിയവും എന്നിവയെല്ലാം ഇവിടെ ആവശ്യത്തിലേറെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ചൈനയിലെ ഏറ്റവും വലിയൊരു വ്യവസായവും അതുപോലെ അവരുടെ സാമ്പത്തിക നേട്ടങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. ചൈനയെ പിടിച്ചു നിർത്തുന്നതും ഏറ്റവും മുൻനിരയിലാണ് ഈ ബിസിനസ്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ. നമ്മൾ നോക്കിയേ, ഇത് ശരിക്കും നമ്മൾ മഞ്ഞുമലയിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത് മുഴുവൻ ഉപ്പാണ്. ഈ ഉപ്പിൽ കൂടെ നടന്നാണ് നമ്മൾ പോകുന്നത്. ഇതിന് വെള്ളത്തിന് പ്രത്യേകത കണ്ടോ, മുകളിൽ നോക്കുമ്പോൾ ഗ്രീനായിട്ട് തോന്നും, താഴെ മുഴുവൻ അടി മുഴുവൻ ഊറിക്കിടക്കുന്നത് ഉപ്പാണ് ഊറിക്കിടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിന് ഇഷ്ടംപോലെ മിഷനറീസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ആ കാണുന്ന മിഷനറീസാണ്. ഇതൊരു ഡിസൈനാണ് ഉപ്പ് കൊണ്ടുള്ള. അത് ഉപ്പ് നാച്ചുറലാണെന്ന് അറിയത്തില്ല, അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോഴുള്ള ഉപ്പ് പാറ പോലെ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ ആ കാണുന്നതൊക്കെ ഓരോ ഫാക്ടറിയാണ്, മിഷനറീസ് കൊണ്ട് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഉപ്പിനെ വേർതിരിപ്പിക്കുന്നതായിരിക്കാം. അതെല്ലാം കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. കാരണം നമ്മൾ 2 സ്ഥലത്ത് ബസ് കയറി ഇവിടെ വന്നു, 20 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിവിടെ വന്നു. അതുപോലെ അവിടുന്ന് പിന്നെ നമ്മളിതെല്ലാം കൊണ്ട് കാണിക്കാനായിട്ട് ദൂരെയുള്ള ലോക്കൽ ബസ്, ചെറിയ ഓപ്പൺ ബസ്സുകളുണ്ട്. അത് നമുക്കതേക്കുറിച്ച് നടന്ന് കാണാം. നമുക്ക് എല്ലാം പല രീതിയിലുള്ള ഇതൊക്കെ ആ കാണുന്നതെല്ലാം ഉപ്പ് കൊണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കിക്കുന്ന ഓരോ പ്രതിമ പോലെ, നമ്മൾ സ്നോമാൻ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഉപ്പ് കൊണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് അവിടെ എഴുതി ചേർന്നത്. ആരും ഉണ്ടാക്കിയതല്ല, സൃഷ്ടിച്ചതല്ല. ഇതിങ്ങനെ കിടക്കുക നമുക്ക് കാണാമല്ലോ. അപ്പം അതായത് 5856 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാത്രം ഉണ്ടെന്നുള്ളത്. അതിങ്ങനെ പോരുന്നതാണ് 20, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുന്ന 20 കിലോമീറ്റർ ദൂരെയാണ് ഈ ഉപ്പ് ശേഖരം നടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എവിടെയൊക്കെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ എല്ലാം ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് ഈ ഡെസ്റ്റിനേഷനിലേക്ക് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയായിട്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കാം. ഇതാണ് ഞാൻ കാണിച്ചു തന്നെ. അയ്യോ, കൊണ്ടുണ്ടായ ഒരു ആകൃതിയാണിത്. നമ്മൾ മഞ്ഞിലൂടെ നടന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഉപ്പിൽ കൂടെ നടക്കുന്നത്. ഇത് മുഴുവൻ ഉപ്പാണ്, ഉപ്പിൻ്റെ മുകളിൽ കൂടെയാണ് മുഴുവൻ നടക്കുന്നത്. വഴി നിറച്ച് ഉപ്പാണ്. അതൊരു ഉപ്പ്, ആഹാ, അത് കൊള്ളാമല്ലോ. ഇതൊക്കെ നാച്ചുറലായിട്ട് ഉപ്പ് വന്ന് കൂടി അത് കുറച്ച് ഒലിച്ച് മെൽറ്റായി പോയതിൻ്റെ ഒരു ദൃശ്യമാണിതൊക്കെ. അതുപോലെ ഒത്തിരി ഉണ്ട്, പല പല മോഡലിലുള്ള സ്നോമാൻ, അല്ലെങ്കിൽ പല മാനുണ്ട്, പല സ്റ്റാച്യു ഉണ്ട്, പല ആകൃതിയിലുള്ള രൂപങ്ങളുണ്ട്. ഖർഗം സോൾട്ട് റിവർ എന്നായിരിക്കും ഞാൻ എഴുതിയേക്കണേ, അറിയില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് എടുക്കുക. ഇതാണ് ഇവിടുത്തെ കോച്ച്. നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ആ ലേക്കിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ്. ഇത് ജസ്റ്റ് ഞങ്ങളെ ഇടയ്ക്ക് ഇവിടെ നിർത്തിയതാണ്, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഈ വെള്ളം ഒന്ന് അല്പം രുചിച്ച് നോക്കി.
ഭയങ്കര ഉപ്പാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര ഉപ്പ്, അത്ര സ്ട്രോങ് ഉപ്പ് വെള്ളമാണ്. ഇല്ല അതുമാത്രം ഉപ്പുണ്ട്. നമ്മുടെ കാലിത് ഇപ്പം പാറക്കല്ല് പോലെ ഇരിക്കുകയാണ്. ഈ വെള്ളം അടി മുഴുവൻ ഉപ്പാണ്. ആ ചോദിച്ചേട്ടനെ വെള്ളത്തേക്ക് ഒന്നും ഇടുന്നൊരു വീഡിയോ എടുത്താലോ? അയ്യടാ രുചി നോക്കി. സന്തോഷമായത് എവിടെ ചോദിച്ചേട്ടൻ? സോറി. അപ്പോൾ ഞങ്ങൾ ഗുൽമട്ട് എന്ന സിറ്റിയിലെത്തി. ഇന്നത്തെ യാത്ര ഇവിടെ പര്യവസാനിച്ചു. ഇന്ന് ഞങ്ങൾ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഗുൽമട്ട് സിറ്റി സെൻറ്ററിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണിത്. നല്ല രസമാണ് കാണാനൊക്കെ. ന്യൂ ടെക്നോളജിയൊക്കെ വെച്ചിട്ടുള്ള ബിൽഡിംഗ് സൈറ്റുകളാണ്. ഇതാണ് താമസിക്കുന്ന ഹോട്ടൽ. നല്ല ഹോട്ടലാണ്. എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയായി. ഞാനെന്നാൽ കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരു കുളി ദേവരെ കഴിഞ്ഞു. ഒന്ന് ഫ്രഷായി. കാരണം സോൾട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ ഉപ്പിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റി പിടിച്ചു ഒക്കെ ഇരിപ്പുണ്ടോ എന്ന് സംശയം. ഒരു ചെറിയൊരു ഊറല്ല, ഒരു ഉപ്പ് ഊർന്ന പോലെയൊക്കെയുള്ള ഒരു ഫീലിങ്. എന്തായാലും വന്നതേ ഞങ്ങളൊന്ന് ഫ്രഷായി എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് ടൗണ്. സോറി, ഞാൻ ഒരു എല്ലാം പാർക്കിങ്ങാണ്, പാർക്കിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ.